ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിമിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ബസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മീൻസ് വെഹിക്കിൾസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മീൻസ് കളർ ബസ് കാര്യങ്ങളൊന്നായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതേപോലെയുള്ള നോർമൽ ബസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കുന്നത് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കൊമ്പൻ ബസ് പോലുള്ള ബസ്സൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് വാച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബസ് കാര്യങ്ങളൊക്കെ എടുക്കാന്ന്. അപ്പോൾ ഒരു ബസ് എടുക്കുന്നത് മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബസ് മോഡ് കാര്യങ്ങളൊക്കെ മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇനി കുറേ കൂട്ടർക്ക് സംശയമുണ്ട് എവിടെ നിന്നാണ് ഈ ആപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ആപ്പ് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ തമ്പനയിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് ആ വീഡിയോ തമ്പനയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ. ഒരു ആപ്പ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും നല്ല നോർമൽ ആപ്പാണ്, നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക. വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ആപ്പ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തെടുത്തതിന് നിങ്ങൾക്ക് ആദ്യം ബസ് എന്ന് പറഞ്ഞൊരു മോഡ് കാണാൻ പറ്റും, അവിടെ ബസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ബസ്സിൽ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഒരുപാട് ബസ്സിൻ്റെ മോഡ്സ് കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു മോഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും, തൊട്ട് താഴെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡൗൺലോഡ് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതേപോലത്തെ ഒരു പേജ് കാര്യങ്ങളോട്ട് പോകുന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഡൗൺലോഡ് ലിങ്ക് അങ്ങനെ എന്തോ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏഡ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് അടിച്ചിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വേറെ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക് അടിച്ചാൽ മാത്രം മതി, അല്ല വേറെ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണക്റ്റ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് കണക്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കുറച്ച് സെക്കൻഡ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 4-5 സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് വെയിറ്റ് ചെയ്തതിന് നിങ്ങൾ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. അവിടെ ഒരു യെല്ലോ കളറിൽ തന്നെ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ വേറെ പേജിൽ പോകും. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചേക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ സ്റ്റാർട്ട് ഡൗൺലോഡിൽ തൊട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് കാര്യങ്ങൾ കാണാൻ പറ്റും. മീൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട നമ്മുടെ ലിങ്ക് മീൻസ് ബസ് മോഡ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ബസ് മോഡ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും, ബസ് മോഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ബസ് മോഡ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്കുക. ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബസ് മോഡ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ ഗെയിം ഓപ്പൺ ചെയ്ത സമയത്ത് എൻ്റെ ബസ് മോഡ് കാര്യങ്ങളൊന്നും മാറില്ല, മീൻസ് ബസ്സിൻ്റെ കളറ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ബസ്സിന് യാതൊരു വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ മോഡ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റും ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾ ആ ഇമ്പോർട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങൾ കാണാൻ പറ്റുമായിട്ട് ജസ്റ്റ് നിങ്ങളുടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഫയൽ മാനേജറിലോട്ട് പോകുന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. നിങ്ങളുടെ ഫയൽ മാനേജർ ഏതാണ് അതിലോട്ട് പോകുന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയലുണ്ടല്ലോ ആ ഫയലോട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ടോ അതോ ആഡ് കാണട്ടെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനാണ് ആഡ് കാര്യങ്ങളൊക്കെ തൊട്ടുന്നത്, ഞാനാണ് ആ വെഹിക്കിൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഇനി എങ്ങനെ വെഹിക്കിൾ കാര്യങ്ങളൊക്കെ എക്യൂപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. മീൻസ് അതിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ എൻ്റെ വെഹിക്കിൾ കാര്യങ്ങളൊക്കെ മാറ്റുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വെഹിക്കിൾ കാര്യങ്ങളൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻസ് നിങ്ങൾ ഏതാണോ വെഹിക്കിൾ എടുത്ത് ആ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് എനിക്ക് സെലക്ട് ചെയ്ത എൻ്റെ ബസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ യൂസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ എനേബിളായി കിട്ടും. മീൻസ് നമുക്ക് ആ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്യുപ്പായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ എക്യുപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തൊരു മാച്ചിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്, ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ നിങ്ങളിപ്പോൾ തന്നെ ചാനലോടെ സബ് ചെയ്തേക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.